Good morning, students. So today we are going to discuss about the instrumentation of a microwave spectrometer. അപ്പോൾ നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രം ഡിഫറെൻറ്റ് മോളിക്യൂൾസിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പഠിച്ചു. ഒരു ലീനിയർ ഡയറ്റോമിക് മോളിക്യൂളിൽ എങ്ങനെയായിരിക്കും, ആൻഡ് ഇൻ ദ കേസ് ഓഫ് if it is a rigid rotator and non-rigid rotator, rotational spectrum is different, and for a symmetric top molecule also we have different kinds of rotational spectra. Okay, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മെറ്റീരിയലിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രം എടുക്കുന്നത്, അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നിക്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്ററിൻ്റെയും എമിഷൻ സ്പെക്ട്രോമീറ്ററിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അത് ഇൻ ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. പക്ഷേ ഇനി നമുക്ക് ഓരോ സ്പെക്ട്രോസ്കോപ്പിയിലും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് എ മൈക്രോവേവ് സ്പെക്ട്രോമീറ്റർ. ഓക്കെ, സോ ദിസ് മൈക്രോവേവ് സ്പെക്ട്രോമീറ്റർ consists of different components. First one is source, and then a monochromator, beam direction, sample, and detector. Okay, so we will start with source and monochromator. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ദ സോഴ്സ് ഓഫ് റേഡിയേഷൻ, എവിടെ നിന്നാണ് നമ്മുടെ റേഡിയേഷൻ സ്പെക്ട്രം എടുക്കുന്നതിനുള്ള റേഡിയേഷൻ എത്തുന്നത്, അതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിൻസ് ദിസ് ഈസ് എ റൊട്ടേഷണൽ സ്പെക്ട്രം, ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഇൻ എ മൈക്രോവേവ് റീജിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എപ്പോഴും മൈക്രോവേവ് റേഡിയേഷൻ ആണ് നമുക്ക് സോഴ്സ് ആയിട്ട് വേണ്ടത്. സോ ഹിയർ വി ആർ യൂസിങ് അപ്പോൾ ഇനി അഥവാ മൈക്രോവേവ് സോഴ്സ് അല്ല നിങ്ങളുടെ സോഴ്സ് ആയിട്ടുള്ളതെങ്കിലോ, അതായത് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രോമീറ്റർ ആദ്യം പറഞ്ഞ പോലെ ഇഫ് ദ സോഴ്സ് വാസ് വൈറ്റ് ലൈറ്റ്, യൂസിങ് ആൻ അനലൈസർ വി ആർ ഫിൽറ്ററിങ് ദിസ് മൈക്രോവേവ് റേഡിയേഷൻ ഫ്രം ദ വൈറ്റ് ലൈറ്റ് അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വി ആർ യൂസിങ് ക്ലിസ്ട്രോൺ വാൽവ്. ക്ലിസ്ട്രോൺ വാൽവ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് we are using klystron valve since it emits radiation of only a very few frequency range. അപ്പോൾ ക്ലിസ്ട്രോൺ വാൽവ് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ക്ലിസ്ട്രോൺ വാൽവിൽ നിന്ന് എപ്പോഴും വളരെ നാരോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. അതായത് വൈറ്റ് ലൈറ്റ് പോലെ വളരെ വൈഡ് റേഞ്ച് ഓഫ് റേഡിയേഷൻസ് അല്ല അതിലുള്ളത്. യൂഷ്വലി ഒരു മോണോക്രോമാറ്റിക് റേഡിയേഷൻ ആയിരിക്കും എപ്പോഴും ക്ലിസ്ട്രോൺ വാൽവ് നമുക്ക് തരുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് ക്ലിസ്ട്രോൺ? നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇറ്റ് ഈസ് എ linear vacuum tube invented in 1937. Okay, so it is used as an amplifier for high radio frequencies. High radio frequency, that is ranging from ultra high frequency to microwave range. ഈ റേഞ്ചിൽ ഫ്രീക്വൻസി തരുന്ന റേഡിയേഷൻസിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ കൂടുതലായിട്ടും എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലിസ്ട്രോൺ വാൽവ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്ലിസ്ട്രോൺ വാൽവിൽ തന്നെ low power clystrons are used as an oscillators in terrestrial microwave relay communication, while high power clystrons are used as output tubes in ultra high frequency television transmitters. Okay, അപ്പോൾ low frequency ക്ലിസ്ട്രോൺ ആണെങ്കിൽ കൂടുതലും നമുക്കതിൽ നിന്ന് വരുന്നത് മൈക്രോവേവ് റേഡിയേഷൻ്റെ നമ്മളൊരു മൈക്രോവേവ് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഈ ക്ലിസ്ട്രോൺ വാൽവ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ ആവശ്യവും അല്ലേ. നമുക്ക് വേണ്ടത് മോണോക്രോമാറ്റിക് ആയ ഒരു എത്തരത്തിലുള്ളൊരു റേഡിയേഷനാണ് നമുക്ക്, മൈക്രോവേവ് റേഡിയേഷൻ ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ക്ലിസ്ട്രോൺ വാൽവ് ഹാവിങ് ലോ പവർ അല്ലെ, ലോ പവർ ഉള്ള ക്ലിസ്ട്രോൺ വാൽവ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിൻസ് നമുക്ക് ക്ലിസ്ട്രോണിൽ നിന്ന് കിട്ടുന്ന ഫ്രീക്വൻസി വളരെ കുറവായതുകൊണ്ട് തന്നെ ദാറ്റ് റേഡിയേഷൻ ഈസ് മോണോക്രോമാറ്റിക്. ഓക്കെ, ഫ്രീക്വൻസി റേഞ്ച് കുറവായതുകൊണ്ട് അത് നാരോ ആയതുകൊണ്ട് ഇറ്റ് ഈസ് മോണോക്രോമാറ്റിക്. സോ ദിസ് സോഴ്സ് ഇറ്റ് സെൽഫ് ക്യാൻ ആക്ട് ആസ് എ മോണോക്രോമാറ്റിക്. സോഴ്സ് തന്നെ എന്തായി മാറി,
ഒരു മോണോക്രോമാറ്റർ ആയിട്ട് മാറി. ഇവിടെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ ഒരു അനലൈസർ യൂസ് ചെയ്ത് ഫ്രീക്വൻസി ലോ ചെയ്യിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് സോഴ്സ് ഇറ്റ്സെൽഫ് ഇസ് എ മോണോക്രോമാറ്റർ. ക്ലിയർ? Then this emission frequency is variable electronically. Since klystron is an electronic valve, we can vary the frequency electronically and hence a spectrum may be scanned over a limited range of frequency. അപ്പോൾ ഇപ്പോൾ മൈക്രോവേവ് റീജിയൻ തന്നെ എടുത്തു കഴിഞ്ഞാലും ഈ മൈക്രോവേവ് റീജിയനിൽ തന്നെ ഏത് ഫ്രീക്വൻസിയുടെ ഇടയിലാണ് നിങ്ങൾക്ക് സ്പെക്ട്രം എടുക്കേണ്ടത് അതുവരെ നമുക്ക് ക്ലിസ്ട്രോൺ വാൽവിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇലക്ട്രോണിക്കലി ട്യൂൺ ചെയ്യാനായിട്ട് കഴിയും. Okay, but the one slight disadvantage is that the total energy of radiation is very very small. ക്ലിസ്ട്രോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ്റെ എനർജി വളരെ കുറവായിരിക്കും. എന്തായിരിക്കും കാരണം? we are using ക്ലിസ്ട്രോൺ വാൽവ് ഹാവിങ് ലോ പവർ അല്ലേ? മൈക്രോവേവ് റീജിയൻ വരാനായിട്ട് ലോ പവർ ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പവർ കുറയുമ്പോൾ അല്ലേ, ഏകദേശം മില്ലി വാട്ട് ഉള്ള ചെറിയ എനർജി യൂസ് ചെയ്യുന്നത് കാരണം അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ്റെ പവറും എനർജിയും എല്ലാം എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ. However, since all this is concentrated into a narrow frequency band, a sharply tuned detector can be sufficiently activated to produce a strong signal. അപ്പോൾ പവർ കുറവാണെങ്കിൽ പോലും നമ്മുടെ ഫ്രീക്വൻസി റേഞ്ച് വളരെ കുറവായിട്ടുള്ളൊരു ഷാർപ്പ് റേഡിയേഷൻ നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡിറ്റക്ടറിൽ എത്തുന്ന സമയത്ത് നമ്മുടെ സിഗ്നലിനെ എന്ത് ചെയ്താൽ മതി? നമ്മുടെ റേഡിയേഷനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിസ്ട്രോൺ വാൽവ് തന്നെയാണ് ഇവിടുത്തെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സോഴ്സ് ആൻഡ് മോണോക്രോമാറ്റർ. വി ആർ യൂസിങ് ക്ലിസ്ട്രോൺ വാൽവ്. സെക്കൻഡ് വൺ ഈസ് ബീം ഡിറക്ഷൻ. അതായത് ഇങ്ങനെ ക്ലിസ്ട്രോൺ വാൽവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ റേഡിയേഷനെ കറക്റ്റായിട്ട് നമ്മുടെ സാമ്പിളിലേക്ക് തന്നെ എന്ത് ചെയ്യണം? സാമ്പിളിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് വി ഷുഡ് ഹാവ് എ ബീം ഡിറക്ടർ. അല്ലെങ്കിൽ എന്താ പറ്റുക? റേഡിയേഷൻ സ്കാറ്റർ ചെയ്ത് പോകും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വി ആർ യൂസിങ് വേവ് ഗേറ്റ്സ്. വേവ് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ വേവ്സിനെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കറക്റ്റായിട്ടൊരു ചാനലിലൂടെ പാസ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേവ് ഗൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഹിയർ വി ആർ യൂഷ്വലി യൂസിങ് എ ഹോളോ റെക്ടാങ്കുലർ കോപ്പർ ഓർ സിൽവർ വേവ് ഗൈഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളത്. ക്ലിയർ? സോ ഈ വേവ് ഗൈഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയേഷനെ കറക്റ്റ്, ഈ വരുന്ന മൈക്രോവേവ് റേഡിയേഷനെ കറക്റ്റായിട്ട് ഈ വേവ് ഗൈഡ് ഒരു ചാനൽ പോലെ ആക്ട് ചെയ്യുകയും ഈ വേവ് ഗൈഡിലൂടെ നമ്മുടെ റേഡിയേഷൻ പാസ് ചെയ്യുകയും ചെയ്യും അല്ലേ? ഒരു തരത്തിലുള്ള സ്കാറ്ററിങ്ങോ ലോസോ ഒക്കെ വളരെ മിനിമം ആയിരിക്കും നമ്മളൊരു വേവ് ഗൈഡിലൂടെ റേഡിയേഷൻ പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വേവ് ഗൈഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ബി ജനറലി ടാപ്പേർഡ് ഓർ ബെൻഡ് ടു അലോ ഫോക്കസിങ് ആൻഡ് ഡയറക്റ്റിംഗ് ഓഫ് ദ റേഡിയേഷൻ. അതായത് നമുക്ക് ഈ വേവ് ഗൈഡിനെ സ്ലൈറ്റായിട്ട് ബെൻഡ് ചെയ്യുകയും ടാപ്പർ ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ വേവ് ഗൈഡിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. ബട്ട് വി ക്യാൻ ഫോക്കസ് അവർ റേഡിയേഷൻ. നമ്മുടെ ഇതിലൂടെ പോകുന്ന ബീമിനെ നമുക്ക് ബെൻഡ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള വേവ് ഗൈഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? സോ അറ്റ്മോസ്ഫിയറിക് അബ്സോർപ്ഷൻ ഇത്തരത്തിൽ ബീമിൻ്റെ ഞാൻ പറഞ്ഞു മറ്റു തരത്തിലുള്ള നഷ്ടങ്ങളൊന്നും ഇവിടെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്തായിരിക്കും? വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷനെ കറക്റ്റായി ഫോക്കസായി നഷ്ടങ്ങൾ വരാതെ ഒരു ചാനലിലൂടെ കൊണ്ടുപോകാൻ വി ആർ യൂസിങ് വേവ് ഗൈഡ് ആസ് എ ബീം ഡിറക്ടർ. ക്ലിയർ? നെക്സ്റ്റ് ഈസ് അവർ സാമ്പിൾ ആൻഡ് സാമ്പിൾ സ്പേസ്. നമ്മളുടെ സാമ്പിൾ, അതായത് എന്തിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രം ആണോ നിങ്ങൾക്ക് എടുക്കേണ്ടത് അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ ഓൾമോസ്റ്റ് ഓൾ മൈക്രോവേവ് സ്റ്റഡീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും വി ആർ യൂസിങ് ഗേഷ്യസ് സാമ്പിൾസ്. ഓക്കെ. പക്ഷേ if we are putting our pressure to 0.01 milli mmHg, okay, it is sufficient to give a reasonable absorption spectrum if our substance is solid or liquid. Okay, അപ്പോൾ നമ്മുടെ സബ്സ്റ്റൻസിന് ഗേഷ്യസ് അല്ല സോളിഡോ ലിക്വിഡോ ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സോളിഡ് ആൻഡ് ലിക്വിഡ് സാമ്പിൾസിൻ്റെ വേപ്പർ പ്രഷർ
ഏത് റേഞ്ചിലായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എബവ് ദിസ് 0.01 mmHg. ഈ മില്ലിമീറ്റർ മെർക്കുറിക്ക് എബവ് ആണെങ്കിൽ ആണ് നമ്മുടെ ലിക്വിഡിൻ്റെയും സോളിഡിൻ്റെയും വേപ്പർ പ്രഷർ എങ്കിൽ നമുക്ക് ഈ സാമ്പിൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? മൈക്രോവേവ് സ്പെക്ട്രം എടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഗേഷ്യസ് സാമ്പിൾ തന്നെ വേണമെന്നില്ല. സോളിഡ് ആൻഡ് ലിക്വിഡ് സാമ്പിൾ ആണെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ സാമ്പിളിനെ നമ്മൾ സാധാരണ എവിടെയാണ് പ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇവാക്വേറ്റഡ് വേവ് ഗൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ റെക്ടാങ്കുലർ വേവ് ഗൈഡിൻ്റെ ഉള്ളിൽ ഒരു മൈക്ക വിൻഡോയുടെ ഉള്ളിലാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്? ഈ സാമ്പിൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പ്രയോജനം? സോഴ്സിൽ നിന്ന് വരുന്ന ഫുൾ റേഡിയേഷൻ വിതൗട്ട് എനി ലോസ് വേവ് ഗൈഡിലൂടെ പാസ് ചെയ്യുന്നു. ഈ വേവ് ഗൈഡിൻ്റെ ഉള്ളിൽ നമ്മുടെ സാമ്പിൾ വെച്ചാൽ കറക്റ്റ് റേഡിയേഷൻ വന്ന് നമ്മുടെ സാമ്പിളിൽ തന്നെ പ്ലേസ് ചെയ്യും. ഓക്കെ, തന്നെ വീഴും. അപ്പോൾ അങ്ങനെ വീണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് വേവ് ഗൈഡ് നമുക്ക് ബെൻഡ് ചെയ്തും ടിൽറ്റ് ചെയ്തും ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ സാമ്പിളിൻ്റെ ഉള്ളിലേക്ക് റേഡിയേഷനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ക്ലിയർ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡിറ്റക്ടർ. ഡിറ്റക്ടർ എന്താണ്? നമ്മുടെ സാമ്പിളിൽ വന്ന് റേഡിയേഷൻ വീണു. സാമ്പിളിൽ വന്ന് റേഡിയേഷൻ വീണാൽ പിന്നെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പിളിനുള്ളിൽ മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യാണ്. ഇവിടെ റൊട്ടേഷണൽ സ്പെക്ട്രമാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ BJ × J+1, നോൺ റിജിഡ് ആകുമ്പോൾ -DJ × J+1 J² × J+1 the whole square. അല്ല, അത് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ +A - BK² +DJK, അങ്ങനെ ഇക്വേഷൻസ് ഒക്കെ പോകും അല്ലേ. അപ്പോൾ whatever may be the molecule, there will be different rotational energy levels, and by absorbing this radiation, transition will takes place from one energy level to another energy level, obeying our selection rules. ഓക്കെ, ഏത് മോളിക്യൂളാണോ അതിൻ്റെ സെലക്ഷൻ റൂൾ അനുസരിച്ച് നമ്മുടെ ഈ സാമ്പിളിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ട്രാൻസിഷൻ നടക്കും ആൻഡ് വി വിൽ ഗെറ്റ് റൊട്ടേഷണൽ സ്പെക്ട്രം. അപ്പോൾ നമുക്കിനി വേണ്ടത് റൊട്ടേഷണൽ സ്പെക്ട്രം നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പോൾ സാമ്പിളിനുള്ളിലൂടെ പാസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലെത്തുന്ന ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും സംഭവം നടന്നതിന് ശേഷം ചില ഫ്രീക്വൻസിയിലെ റേഡിയേഷൻസിനെ എല്ലാം അബ്സോർവ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് റേഡിയേഷനാണ് നമുക്ക് ഔട്ട്പുട്ടായി സാമ്പിളിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് ടു റെക്കോർഡ് ദാറ്റ് ഔട്ട്പുട്ട് റേഡിയേഷൻ. ആ ഔട്ട്പുട്ട് റേഡിയേഷനെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ് റേഡിയേഷൻ ആബ്സെൻ്റ് ആകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ആഫ്റ്റർ സാമ്പിളിൽ നിന്ന് പാസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ ഡിറ്റക്റ്റ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനുമായിട്ട് വി ഹാവ് എ ഡിറ്റക്ടർ. ആൻഡ് യൂഷ്വലി we are using ordinary super heterodyne radio receiver as detector, and they may be tuned to appropriate high frequencies. Okay, അപ്പോൾ ചില സമയത്ത് നമ്മൾ കൂടുതൽ സെൻസിറ്റീവായ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് we will use single crystal detector. Okay, so super heterodyne radio receiver and crystal detector ആണ് നമ്മൾ കൂടുതലും ഡിറ്റക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിറ്റക്ടേഴ്സ് എന്താ ചെയ്യുക? ഇറ്റ് ഡിറ്റക്ട്സ് ദ റേഡിയേഷൻ focused upon it by the waveguide, and signal it gives is amplified electronically for display on an oscilloscope. അതായത് നമുക്ക് കിട്ടുന്ന ഡിറ്റക്ടറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാമ്പിളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് റേഡിയേഷനെ ഫസ്റ്റ് ഇറ്റ് വിൽ ആംപ്ലിഫൈ, ബിക്കോസ് ഞാൻ പറഞ്ഞു ക്ലിസ്ട്രോൺ വാൽവിൽ radiation will be very feeble, energy will be very weak, so we have to amplify that signal, and for that there is an amplifier in the detector. So first the detector will amplify the radiation and then it will record it. Okay, അപ്പോൾ റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു റെക്കോർഡർ പെന്നിലായിരിക്കും റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളതൊരു ഓസിലോസ്കോപ്പിലൂടെ കണക്ട് ചെയ്താൽ യു ക്യാൻ സീ ദ see your output signal in a CRO, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറിലേക്ക് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയും. മനസ്സിലായല്ലോ? So these are the parts of instrumentation of a microwave spectrometer. Next, last one is the uses of microwave spectroscopy. What are the uses of this technique? Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു,
നമ്മളൊരു സ്പെക്ട്രം എടുത്താൽ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും? ആ സ്പെക്ട്രം ഉള്ള ഫ്രീക്വൻസി ആയിരിക്കും. ദാറ്റ് ഈസ് 2B, 4B, 6B, 8B. ഒരു റിജിഡ് ആണെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ കിട്ടും. അതല്ല ഒരു നോൺ റിജിഡ് ആകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2B - 4D അങ്ങനെയുള്ളൊരു ഫ്രീക്വൻസി കിട്ടും. വാട്ട് എവർ ഇറ്റ് മേ ബി. So you will get the value of B from the spectrum, and B is h by 8 pi square IC. So you can calculate moment of inertia I, and if you have moment of inertia I, then you can calculate I is equal to mu r square, and you can calculate the internuclear distance r from the equation. Okay, so the first advantage of this microwave spectroscopy is, from the calculation of rotational constant and moment of inertia, we can calculate internuclear distance r, or the bond length r of the molecule. ഒരു മോളിക്യൂളിൻ്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഒരു ഐസോടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിയുമ്പോൾ I1 by I2 is mu1 by mu2, right, is equal to what? B2 by B1 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് B2 by B1 ഉണ്ടെങ്കിൽ ഫ്രം ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് mu1 by mu2 അല്ലേ. അപ്പോൾ ഒരു ഐസോട്ടോപ്പിൻ്റെ കറക്റ്റായിട്ട് നമ്മളൊരു പ്രോബ്ലം അത് അസോസിയേറ്റ് ചെയ്തതാണ്. കാർബൺ 13ൻ്റെ കറക്റ്റ് അറ്റോമിക് മാസ് നമ്മൾ ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അതേപോലെ യൂസിങ് ഐസോട്ടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ ദ കറക്റ്റ് accurate unknown mass of an isotope can be find out. അതാണ് മൈക്രോവേവ് സ്പെക്ട്രോമീറ്ററിൻ്റെ സ്പെക്ട്രോസ്കോപ്പിയുടെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് ഓൾസോ ദിസ് മൈക്രോവേവ് സ്പെക്ട്രം ഓഫ് എ സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി റിച്ച് ഇൻ ലൈൻസ് അല്ലേ. ഒത്തിരി റൊട്ടേഷണൽ ലെവൽസ് ഉണ്ട്. ഒരു റൊട്ടേഷണൽ ലെവലിൽ നിന്ന് മറ്റൊരു റൊട്ടേഷണൽ ലെവലിലേക്ക് അറ്റ് റൂം ടെമ്പറേച്ചർ ഇറ്റ് സെൽഫ് ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ഷാർപ്പായ ഒത്തിരി ലൈൻസ് നമുക്ക് കിട്ടും. ഓക്കെ, വിത്ത് വെരി ഗ്രേറ്റർ ഫ്രീക്വൻസി. ക്ലിയർ? സോ അതിൽ തന്നെ നമുക്ക് ഇത്രയും സ്പെക്ട്രത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കുറച്ച് സ്പെക്ട്രം, അതിൽ 1-2 ലൈൻസിൻ്റെ അക്യുറേറ്റ് പൊസിഷൻ അറിഞ്ഞാൽ തന്നെ നമുക്ക് ആ സാമ്പിളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് കഴിയും. മനസ്സിലായോ? സോ ആൻഡ് ദിസ് ടെക്നിക് ഇസ് quantitative, since the intensity of spectrum observed under given condition is directly dependent upon the amount of substance. അപ്പോൾ നമ്മുടെ എത്രമാത്രം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണോ നമ്മുടെ മെറ്റീരിയലിലുള്ളത് അതിനനുസരിച്ച് നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് അടുത്ത ഒരു യൂസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി the spectrum of mixtures. മിക്സ്ചേഴ്സിൻ്റെ സ്പെക്ട്രം സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മുടെ അതുകൊണ്ട് തന്നെ, അതായത് ഞാൻ ഈ പറഞ്ഞ റീസൺസ് കാരണം ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ യൂഷ്വലി മിക്സ്ചേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ സംതിങ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. സോ യൂസിങ് ദാറ്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് വി ക്യാൻ സ്റ്റഡി ദ റൊട്ടേഷണൽ സ്പെക്ട്രം ഓഫ് മിക്സ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ മിക്സ്ചേഴ്സിൻ്റെ സ്റ്റഡിക്ക് നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രം യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മളൊരു ഹോൾ മോളിക്യൂളിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രം എടുത്താൽ ഞാൻ പറഞ്ഞു ഇൻ ടേംസ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ ഇവിടെ എല്ലാം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു മോളിക്യുലാർ ഗ്രൂപ്പ്സിൻ്റെ, അതായത് ഇപ്പോൾ അതിലൊരു ഹൈഡ്രോക്സിൽ OH ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മീഥെയിൻ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മോളിക്യൂളിലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ നമുക്ക് ഒരു റൊട്ടേഷണൽ സ്പെക്ട്രം വഴി എന്ത് ചെയ്യാൻ കഴിയില്ല? അനലൈസ് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? സോ വി കനോട്ട് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് മോളിക്യുലാർ ഗ്രൂപ്പ്സ്, but we can distinguish the presence of isotopes and different conformation. അപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്രത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിക്യൂളിൻ്റെ കൺഫർമേഷൻ സ്റ്റഡി ചെയ്യാൻ കഴിയും, അതിലെ ഐസോടോപ്സിൻ്റെ സ്റ്റഡി നടത്താൻ കഴിയും. പക്ഷേ ഒരിക്കലും അതിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യുലാർ ഗ്രൂപ്പ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അവരുടെ സ്റ്റഡി നടത്താനോ എന്ത് സഹായിക്കില്ല? ഈ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി സഹായിക്കില്ല. അതേസമയം നമ്മൾ IR-ഉം രാമനും NMR-ഉം ഒക്കെ എടുത്താൽ
നമുക്കൊരു മോളിക്യൂളിൽ ഓരോ ഗ്രൂപ്പുകളെയും കുറിച്ച് പഠിക്കാനായിട്ട് കഴിയും. പക്ഷെ റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ അത് സാധിക്കത്തില്ല. ഓക്കെ, ആൻഡ് വൺ ഫാസിനേറ്റിംഗ് ഏരിയ ഇസ് it is used in the chemical examination of interstellar space. Interstellar spaceലെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് യൂഷ്വലി എന്ത് യൂസ് ചെയ്യാം? We can use this microwave spectroscopy. Okay. അപ്പോൾ നമ്മൾ സാധാരണ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് വി ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് വേരിയസ് ആറ്റംസ്, അയോൺസ് ആൻഡ് എ ഫ്യൂ റാഡിക്കൽസ് ഇൻ ദ ലൈറ്റ് ഓഫ് സ്റ്റാർസ്. ഓക്കെ, സ്റ്റാർസിൽ സ്റ്റാർലൈറ്റിലുള്ള ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ട് നമ്മൾ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്ത് ഇതേ സ്റ്റഡി തന്നെ നമ്മൾ എന്തിലോട്ട് വി എക്സ്റ്റെൻഡഡ് ദി അനാലിസിസ് ടു ഡിറ്റക്ഷൻ ഓഫ് സിമ്പിൾ സ്റ്റേബിൾ മോളിക്യൂൾസ് ഇൻ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലെ കെമിക്കൽ എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്തിരുന്നതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എന്തിലേക്ക് എത്തിയിരിക്കുകയാണ്? വി ആർ യൂസിങ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ഫോർ കെമിക്കൽ എക്സാമിനേഷൻ. Clear? So these are the application, or what these are the uses of or the informations derived from a microwave spectrum or a rotational spectrum. Okay, so ഇതോടുകൂടി നമ്മുടെ rotational spectrum എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ തീരാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ we will be discussing about IR spectroscopy. Okay, thank you.